ഒരു ശരാശരി വിസിറ്റിലുള്ള മലയാളിയുടെ ജോലി അന്വേഷണം എങ്ങനെയായിരിക്കും? എങ്ങനെയാണെന്ന് വെച്ചാൽ ദുബായിലേക്ക് വിസിറ്റും കയറി വരും, ഒരു ഫോൺ നമ്പർ എടുത്ത് വെച്ച് റൂമിൽ കയറി കിടക്കും. നമസ്കാരം, നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. എങ്ങനെയാണ് ഒരു ശരാശരി മലയാളി ദുബായിൽ വിസിറ്റിൽ വന്ന് ജോലി അന്വേഷിക്കുന്നത്? ശരാശരി മലയാളി ദുബായിലേക്ക് വരുന്ന എയർപോർട്ടിൽ നിന്ന് ഒരു സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എ സിക്കകത്തിരിക്കുക, രാവിലെ തന്നെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, കുറേ സൈറ്റുകളിലേക്ക് CV അയക്കുന്നു, അതിനുശേഷം കുറച്ച് നേരം കിടന്നുറങ്ങുന്നു, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നു, റീൽ ചെക്ക് ചെയ്യുന്നു. അതുകൂടാണ്ട് ഓരോ തവണയും ഇങ്ങനെ മെയിൽ റിഫ്രഷ് ചെയ്ത് നോക്കും, ഇന്റർവ്യൂ വന്നോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ റൂമിലിരുന്ന കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇവിടെ ഒന്നും കിട്ടുന്നില്ല, മാർക്കറ്റ് വളരെ മോശമാണ്. പിന്നെ നാട്ടിൽ വിളിച്ച് പറയും ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഭയങ്കര ചൂടാണെന്ന് പറയും. ഇവർ പുറത്തിറങ്ങുന്നില്ല. ഒരു മലയാളിയുടെ ജോലി അന്വേഷണം എന്ന് പറഞ്ഞാൽ റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടുള്ള ലാപ്ടോപ്പിലുള്ള അല്ലെങ്കിൽ ഫോണിലുള്ള മെയിൽ അയക്കൽ മാത്രമാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ മുതൽ പറയുന്നതാണ് നെറ്റ്വർക്കിംഗ്. അതിന്റെ ഒരു സാധ്യതയാണ് വീണ്ടും നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മൾ റൂമിൽ അടച്ചിരുന്ന് തൊഴിൽ അന്വേഷിക്കുന്നതിൽ മാറ്റം വരുത്തുക, പുറത്തേക്ക് ഇറങ്ങുക, പുതിയ ആളുകളെ കാണുക, അവരിലൂടെ നമുക്ക് തൊഴിൽ അന്വേഷിക്കാനുള്ള സാധ്യതകളും കൂടി ഉണ്ടാകുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.